രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തന്റെ MLA ഓഫീസിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പിന്നീട് വ്യക്തമാക്കാമെന്നാണ് മാധ്യമപ്രവർത്തകർ ചുറ്റും കൂടിയപ്പോൾ അദ്ദേഹം പറയുകയുണ്ട്. അതിലുപരിയായിട്ട് പ്രത്യേകിച്ച് സവിശേഷമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. വിശദമായിട്ട് സംസാരിക്കാമെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഫൈസൽ ചേരുന്നു വിവരങ്ങളുമായിട്ട്. ഫൈസൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA സ്വന്തം നിലയ്ക്ക് MLA ഓഫീസിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു വാർത്തയെ ആവുന്ന കാര്യമല്ല. പക്ഷേ ഈ വിവാദ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ അതിജീവിച്ചുകൊണ്ട് എത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിലേക്ക് എത്തിയത്? ഫൈസൽ, രാവിലെയാണ് പാലക്കാട് തന്റെ മണ്ഡലത്തിൽ 38 ദിവസങ്ങൾക്ക് ശേഷം എത്തുന്നത്. അത് വലിയ രീതിയിലൊരു വാർത്തയാവുകയും ചെയ്തു. MS സൂചിപ്പിച്ചതുപോലെ ഒരു MLA സ്വാഭാവികമാണ് ഒരു അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വരുന്നതും അദ്ദേഹത്തിൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു സ്വാഭാവികമാണ്. മണ്ഡല നേതൃത്വമൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ 38 ദിവസങ്ങൾക്ക് ശേഷമാണ് മണ്ഡലത്തിൽ നിന്ന് പ്രത്യേകത. മാത്രമല്ല, ഈ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ പത്തനംതിട്ട അടൂരിലെ വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അതിനുശേഷം 38 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും ഈ ഒരു മണ്ഡലത്തിലേക്ക്, പാലക്കാട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് തിരിച്ചെത്തുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പുലർച്ചെയോടെയാണ് അദ്ദേഹം രഹസ്യമായി, അതായത് പാലക്കാട് ചില പ്രവർത്തകർ മാത്രമാണ് ഈ ഒരു കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് ഈ MLA വരുന്ന വിവരം അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ന് രഹസ്യമായി അദ്ദേഹത്തിൻ്റെ കാറൊക്കെ ഉപേക്ഷിച്ച് മറ്റൊരു കാറിലാണ് അദ്ദേഹം എത്തുന്നത്. അങ്ങനെ അദ്ദേഹം പാലക്കാട് എത്തുന്നു. തുടർന്ന് അന്തരിച്ച കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സേവ്യറിൻ്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം നേരെ മണ്ണാർക്കാടേക്കാണ് പോകുന്നത്. മണ്ണാർക്കാട് അന്തരിച്ച കോൺഗ്രസ് നേതാവ് PJ പൗലോസിൻ്റെ വീട്ടിലേക്കും എത്തുന്നു. അവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ അതിനുശേഷം അല്പസമയം മുമ്പാണ്, ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പാണ് അദ്ദേഹം വീണ്ടും MLA ഓഫീസിലേക്ക് തിരിച്ചെത്തുന്നത്. ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വരുന്നതറിഞ്ഞ് BJP മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം MLA ഓഫീസിലേക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ BJP ചൂലുമായിട്ടായിരുന്നു MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പിന്നീട് BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിലായിരുന്നു ആ മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ അദ്ദേഹം മണ്ണാർക്കാടേക്ക് പോവുകയും ചെയ്തു. പിന്നീടാണ് അദ്ദേഹം ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പാണ് അദ്ദേഹം ഈ ഒരു MLA ഓഫീസിലേക്ക് വരുന്നത്. MLA ഓഫീസിലേക്ക് എത്തി അദ്ദേഹത്തെ ഷാൾ അണിയിച്ചാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്നു. ചുംബനം നൽകിയും കെട്ടിപ്പിടിച്ചും വാരിപ്പുണർന്നും പ്രവർത്തകർ അദ്ദേഹത്തെ MLA ഓഫീസിലേക്ക് സ്വീകരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം പ്രവർത്തകരെ കേൾക്കുന്നു. അദ്ദേഹത്തെ കാണാനെത്തിയ ജനങ്ങളെ അദ്ദേഹം കേൾക്കുന്നുണ്ട്. അവരുടെ നിവേദനങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം കാണുന്നുണ്ട്. അദ്ദേഹം അത് നോക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും പ്രവർത്തകർ ഒട്ടും ആവേശം ചോരാതെ തന്നെയാണ് പ്രവർത്തകർ തങ്ങളുടെ MLA സ്വീകരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്രയും ആരോപണങ്ങൾ, വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഒരു MLAക്കെതിരെ ഉണ്ടായിട്ടും പ്രവർത്തകർ അതിനൊന്നും ഒരു സ്നേഹക്കുറവും കാണിക്കുന്നില്ല. തങ്ങളുടെ MLAക്ക് മുകളിൽ ഒരു സ്നേഹക്കുറവും കാണിക്കുന്നില്ല. പ്രവർത്തകർ മാത്രമല്ല, പാലക്കാട് ജനങ്ങൾ അദ്ദേഹത്തെ തികഞ്ഞ സന്തോഷത്തോടെയാണ് അദ്ദേഹത്തെ മണ്ഡലത്തിലേക്ക് ക്ഷണിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ MLA ഓഫീസിലേക്ക് ക്ഷണിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നേരത്തെ തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവും. അദ്ദേഹം ഈ സ്വകാര്യ സന്ദർശനമായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. അതിനിടെ രാവിലെ പാലക്കാട്ടെ വോട്ടർമാർ അദ്ദേഹത്തെ വന്ന് കെട്ടിപ്പിടിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വൈകാരിക നിമിഷങ്ങളിലൂടെ തന്നെയായിരുന്നു കടന്നുപോയത്. പിന്നീടാണ് അദ്ദേഹം ഇപ്പോൾ 10 മിനിറ്റ് മുമ്പ് ഇപ്പോൾ MLA ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം ജനങ്ങളെ കേൾക്കുന്നുണ്ട്. ജനങ്ങളുടെ പരാതികൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ പരിഹാരം നിവേദനങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ നേരത്തെ ഈ DCCയുടെ നിലപാട് തന്നെ വ്യക്തമായിരുന്നു. അതായത് അദ്ദേഹം കോൺഗ്രസിൻ്റെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടതോ അല്ലെങ്കിൽ അദ്ദേഹത്തെ തടയാനോ പാർട്ടിക്കോ അല്ലെങ്കിൽ കോൺഗ്രസിന് അധികാരമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഈ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. അദ്ദേഹം പാർട്ടിയുടെ പിൻബലത്തിൽ മാത്രമല്ല, അദ്ദേഹം ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തൻ്റെ മണ്ഡലത്തിലേക്ക് വരുന്നതിനോ അല്ലെങ്കിൽ മണ്ഡലത്തിലെ ജനങ്ങളുമായി പ്രവർത്തിക്കുന്നതിനോ മണ്ഡലത്തിലെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിനോ ഒരു തടസ്സമില്ല. ആർക്കും തടയാനും അവകാശമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മണ്ഡലത്തിലേക്ക് വരുന്നതിന് നമുക്ക് തടയാൻ അർഹതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ ചില നേതാക്കൾ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ മാങ്കൂട്ടത്തിൽ
ഈ മണ്ഡലത്തിലേക്ക് എത്തിയാൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തിയാൽ BJPയും ഒപ്പം തന്നെ DYFIയും അദ്ദേഹത്തെ തടയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുമെന്ന് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന, അദ്ദേഹത്തിനെ പിന്തുണക്കുന്ന നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഇപ്പോഴും പാലക്കാടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുമെന്ന് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടും DCCയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണമുണ്ടായി. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് ഒരു തെറ്റും പറയാൻ സാധിക്കുന്നില്ല. അതിന് കോൺഗ്രസ് പ്രവർത്തകരോട് ചെയ്യരുത്, അദ്ദേഹത്തെ സംരക്ഷിക്കരുത് എന്ന് പറയാൻ DCCക്ക് ആവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് ഒരു സൂചനയും ഇല്ലാതെയാണ് ഇന്ന് അദ്ദേഹം മണ്ഡലത്തിലേക്ക് എത്തിയത്. കാരണം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അദ്ദേഹം എത്തുമെന്ന് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ വാർത്തയായ ഒരു സംഭവമായിരുന്നു. മാധ്യമങ്ങൾ വലിയ ബ്രേക്കിംഗ് പ്രാധാന്യത്തോടെ തന്നെയായിരുന്നു ആ വാർത്ത നൽകിയത്. അന്ന് അദ്ദേഹം അതിന് തലേ ദിവസം അദ്ദേഹം മണ്ഡലത്തിൽ എത്തിയിരുന്നില്ല. എന്നാൽ ഇന്നൊരു സൂചനയുമില്ലാതെ അതീവ രഹസ്യമായി കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം ഇന്ന് പുലർച്ചെയാണ് പാലക്കാട്ടെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് എത്തിയത്. ഇന്ന് ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് പാലക്കാട് രമേശ് ചെന്നിത്തലയുടെ ലഹരി വിരുദ്ധ യാത്ര ഇന്ന് പാലക്കാട് നടന്നുണ്ടായിരുന്നു. അദ്ദേഹം അതിന് പങ്കെടുത്തില്ല. പകരം മറിച്ച് നേരെ സ്വകാര്യ സന്ദർശനത്തിലേക്കാണ് പോയത്. അതായത് നേരത്തെ അന്തരിച്ച മണ്ഡലം പ്രസിഡന്റ് സേവ്യരുടെ വീട്ടിലെത്തി അദ്ദേഹം കുടുംബങ്ങളെ ആശ്വസിപ്പിച്ചു, കുടുംബങ്ങളുമായി സംസാരിച്ചു. ഒപ്പം തന്നെ നേരെ മണ്ണാർക്കാടേക്കാണ് പിന്നെ പോകുന്നത്. മണ്ണാർക്കാട് ഇതുപോലുള്ള ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിലെത്തുന്നു. അദ്ദേഹം അവരെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നു, സമാധാനിപ്പിക്കുന്നു. ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് മുമ്പ്, അതായത് ഏകദേശം 4 മണിയോടെ കൂടിയാണ് അദ്ദേഹം വീണ്ടും MLA ഓഫീസിലേക്ക് എത്തുന്നത്. ഇപ്പോൾ MLA ഓഫീസിൽ തന്നെയാണ് അദ്ദേഹം കഴിയുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും BJPയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടന്നു കഴിഞ്ഞു. അത് പീഡനവീര എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പീഡനവീരൻ എന്ന് വിളിച്ചുകൊണ്ടാണ് BJP മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ചൂലുമേന്തിക്കൊണ്ട് MLA ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഏതായാലും ഇപ്പോൾ പ്രതിഷേധമൊന്നുമില്ല. എങ്കിലും അദ്ദേഹം ഇപ്പോൾ തുടരുകയാണെങ്കിൽ വൈകിട്ട് അല്പസമയത്ത് MLA ഓഫീസിൽ തന്നെ തുടരുകയാണെങ്കിൽ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. രാവിലെ മുതൽ തന്നെ MLA ഓഫീസിന് മുന്നിൽ വലിയ രീതിയിലുള്ള പോലീസിനെ തന്നെയാണ് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വിന്യസിച്ചിട്ടുണ്ടായിരുന്നത്. MS ശരി, നിവേദനങ്ങൾ കൈപ്പറ്റുകയും ഒപ്പിടാനുള്ള ഫയലുകളിൽ ഒപ്പിടുകയും ഒപ്പം അടുപ്പക്കാരോട് സംസാരിക്കുകയും ചെയ്തതിനു ശേഷം അല്പം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിൽ നിന്ന് പുറത്ത് ഇറങ്ങി. ഇനിയുള്ള ദിവസങ്ങളിലും താൻ മണ്ഡലത്തിൽ തന്നെ ഉണ്ടാവും എന്നാണ് മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള അല്പനേരത്തെ സംഭാഷണത്തിൽ സൂചിപ്പിച്ചത്. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്, അതിൻ്റെ മുറയ്ക്ക് നടന്നുകൊണ്ടിരിക്കും, താൻ തൻ്റെതായ ദൗത്യം നിറവേറ്റിക്കൊണ്ടിരിക്കും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പം മുമ്പ് MLA ഓഫീസിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.